മൗറിസ് മേറ്റർലിങ്ക് രചിച്ച ദ മിറക്കിൾ ഓഫ് സെൻറ്റ് ആൻ്റണി എന്ന നാടകം വിശ്വാസം, ജീവിതം, മരണം, സാമൂഹ്യ കാപട്യം എന്നീ വിഷയങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. അടുത്തിടെ മരിച്ചുപോയ ഒരു സ്ത്രീയായ മാഡേമൊയ്സെല്ലെ ഹോർട്ടൻസിൻ്റെ ശവസംസ്കാരത്തിനായി തയ്യാറെടുക്കുന്ന ഒരു വീട്ടിൽ വിശുദ്ധ പുണ്യാളൻ്റെ അപ്രതീക്ഷിത വരവും തുടർന്ന് അവരെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശവാദവുമാണ് കേന്ദ്രബിന്ദു. ജീവിച്ചിരിക്കുന്നവരുടെ ലൗകികവും ഭൗതികവുമായ സ്വഭാവത്തെ ഈ നാടകം ആക്ഷേപഹാസ്യമാക്കുന്നു. അവർ അവരുടെ മുന്നിൽ വികസിക്കുന്ന അത്ഭുതകരമായ സംഭവത്തേക്കാൾ അവരുടെ അനന്തരാവകാശത്തിലും പ്രശസ്തിയിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണുകൾ സൈലൻറ്റ് മോഡിലാക്കി ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവരുടെയും ശ്രദ്ധ നാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. മിറക്കിൾ ഓഫ് പുണ്യാളൻ. ഒപ്പം കൃഷ്ടമായ ഉയിർപ്പും നവനീയമായ ജന്മവും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർഷത്തേക്ക് ഇയാളെയും ചിപ്പിക്കണമേ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു. അത് നിന്നിടുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. എന്റെ കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
ആ വരുന്നു. ഓ എന്താണിത്? വീണ്ടും ഒരു ഭിക്ഷക്കാരനോ? ഹോ, ഇന്ന് ഇത് എത്രാമത്തെ ആളാന്നറിയോ? അതെ, എന്ത് കണ്ടിട്ടാ നിങ്ങൾ വന്നിരിക്കുന്നത്? ഞാനൊന്ന് അകത്തേക്ക് വന്നോട്ടെ. വേണ്ട വേണ്ട വേണ്ട, അവിടെ നിക്ക്. കണ്ടാലും മതി ഒരു വേഷം. ആട്ടെ, എന്താണാവോ വേണ്ടത്? അകത്തേക്ക് കടക്കണം. എന്തിന്? മിസ് ഹോർത്തൻസിയയെ പുനർജീവിപ്പിക്കണം. ജീവിപ്പിക്കൂ? അതെ. അവരെയോ? ആ അതെ, നിങ്ങൾ ആരാണ്? പുണ്യാളൻ. പുണ്യാളൻ? അതെ. വിശുദ്ധൻ? ആ അത് തന്നെ, അത് തന്നെ. എന്റെ ഈശോയേ! പുണ്യാളാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിർജീനിയ, ഓ, അതെ, അവരെ കിടത്തിയിരിക്കുന്നത് ദാ അവിടെ അല്ലേ? ആ അതെ. ആ അതെങ്ങനെ നിങ്ങൾക്കറിയാം? അതൊക്കെ എനിക്ക് അറിയാവുന്നേ. അവരൊക്കെ എടുത്തിരിക്കുന്നതേ മുൻവശത്തെ പാർലറിലാ. ആ പാവം, 77 വയസ്സായി. ആഹാ. അതെ, അതത്ര വലിയ പ്രായമാണോ? ഏയ്, അതത്ര വലിയ പ്രായമൊന്നും അല്ലെന്നേ. ആ, അവരുണ്ടാക്കിയ പണത്തെ കുറിച്ചേ ആ. ആർക്കും അറിയില്ല. ആണോ? അവരെ ആ. വലിയ പണക്കാരിയായിരുന്നു. ഓ, അത് ശരി. ആഹാ. 33 ലക്ഷം അവരുടെ ബാങ്കിലുണ്ട്. അതത്ര ചെറിയ തുകയൊന്നും അല്ലല്ലോ. ഏയ്, അതത്ര ചെറിയ തുകയൊന്നും അല്ലെന്നേ. ഓ, അതെ, ആ ബക്കറ്റ് അതൊന്നും എടുത്തേ. ഏ, ഞാനോ? അതെ അതെ, പുണ്യാളൻ. അതെ പുണ്യാളാ, എടുത്തോ. ആ, അതും കൂടി എടുത്തേക്ക്. ആ. ആ പണമേ ആ. ആർക്കാ പോകുന്നേ? ആർക്കാ പോന്നെ? അവരുടെ 2 അനന്തരന്മാർക്ക്. ഓ, അത് ശരി. അതാരാ? അഖിലസും കുസ്സിനും. ഓ ഓ ഓ ഓ. പിന്നെ ഈ വീട് കുസ്സിന്റെ പേരിലാ എഴുതി വെച്ചിരിക്കുന്നത്. ആഹാ. അതുകൂടാതെ പള്ളിക്കും പള്ളി വികാരിക്കും ആ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാമല്ലോ. ആ, എനിക്ക് ആ. 33 കൊല്ലത്തെ സർവീസ് ഉണ്ട്. ഉം. ഏറ്റവും കൂടുതൽ തുക എനിക്കാ. ആണോ? എത്രയാ? 33,000 ഫ്രാങ്ക്. ഓ. അതത്ര ചെറിയ തുകയൊന്നല്ലല്ലോ. ഏയ്, അത് വലിയ തുകയല്ലേ? ആ, ജീവിച്ചിരുന്ന കാലത്തെ ഉം. അവരെനിക്ക് കൃത്യമായി ശമ്പളം തന്നിരുന്നു. ആ. ആ. മരിച്ചു കഴിഞ്ഞിട്ടും ആ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന യജമാനന്മാർ കുറവാണ്. പിന്നെ വളരെ കുറവാ. അവരെ ആ. ദൈവഭയമുള്ള സ്ത്രീയായിരുന്നു. അതെനിക്കറിയില്ലേ വിർജീനിയ. ഇന്നേ അവരുടെ ശവസംസ്കാരമാ. ഉം. കണ്ടില്ലേ ഇവിടേക്ക് പൂക്കൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്? പുണ്യാളുടെ ഒന്ന് അവിടെ പോയി നോക്കണം. വിർജീനിയ, നീ എന്നെ വേഗം ആ ശവത്തിനടുത്തേക്ക് ഒന്ന് കൊണ്ടുപോ. ശവത്തിന്റെ അടുത്തേക്കോ? അതെ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ പറ്റില്ല. ഏ? അവരെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കാം. ഏയ്. അത് കഴിഞ്ഞവരെ പുണ്യാളുടെ കാത്തു നിന്നേ പറ്റൂ. വിർജീനിയ, ദൈവത്തിന്റെ ആജ്ഞയാണ്, വേഗം വേണം. എനിക്ക് അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സമയമായിരിക്കുന്നു വിർജീനിയ. ഏ? അപ്പൊ അവർ മരണത്തിൽ നിന്നും വീണ്ടും ജീവിച്ചു തുടങ്ങുമോ? ജീവിക്കും. ഏ? അതെ.
അപ്പോഴേ ആ ഞങ്ങൾക്ക് എഴുതി വെച്ചിരുന്ന സ്വത്തോ അതൊക്കെ പോകില്ലേ? അതൊക്കെ പോവും. ഓ, അത് മിസ്റ്റർ ഗുസ് എന്ത് പറയും? അതൊന്നും എനിക്കറിയില്ല വിർജീനിയ. ആ കാരണം നോക്കിക്കേ. ഏ? നോക്ക് നോക്ക്. ഇവിടെ കപ്പിടി പൊളിയാക്കി. ഓ എനിക്ക് വയ്യ. അതെ, എന്റെ പങ്കോ 33,000 ഫ്രാങ്ക്. അത് പോകില്ലേ? അതൊക്കെ പോകും വിർജീനിയ. അത് പറ്റില്ല പുണ്യാളാ. വിർജീനിയ, അത് നടക്കില്ല. വിർജീനിയ, നീ ഇതുവരെ ആയിട്ട് ഒന്നും സമ്പാദിച്ചിട്ടില്ലേ? ഞാൻ എന്ത് സമ്പാദിക്കാനാ? അതെന്താ? ഞാൻ സമ്പാദിച്ചൊക്കെ ആ. എല്ലാം എന്റെ സഹോദരിക്ക് വേണ്ടി ചെലവായി. അവളെ ഒരു രോഗിയാ. വിർജീനിയ, നിനക്ക് കിട്ടാനുള്ള 33,000 ഫ്രാങ്ക് നഷ്ടപ്പെടുമെന്ന് നീ ഭയപ്പെടുന്നു എന്ന് കരുതി ഞാൻ അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തില് അവരെ ഇങ്ങനെ തന്നെ വിട്ടൂടെ? എങ്കിൽ എന്റെ പൈസയും നഷ്ടമാവില്ലായിരുന്നു. അത് പറ്റില്ല വിർജീനിയ. ഏതെങ്കിലും ഒന്ന്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേട്ടു, ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് തീരുമാനിക്കാം വിർജീനിയ, എന്ത് വേണമെന്ന്. ഓ, എന്നാ പിന്നെ അവരങ്ങോട്ട് ഉയർപ്പിച്ചോ. പുണ്യാളോ? അതെ. ഓ, എന്തായി തലയിൽ കത്തുന്നത്? നീ എന്നെ സന്തോഷിപ്പിച്ചിരിക്കുന്നു വിർജീനിയ. ഓ, അപ്പൊ ഞാൻ ഇങ്ങനെ സന്തോഷിപ്പിക്കുമ്പോ പുണ്യാള തലയിൽ പ്രകാശിക്കുമോ? അതെ, അത് തനിയെ പ്രകാശിക്കും. അത് കൊള്ളാലോ. എന്നാലേ പുണ്യാളൊന്നു കുരേ. എന്താ വിർജീനിയ? കർട്ടിൽ തീ പിടിക്കും. വിർജീനിയ, പേടിക്കണ്ട, ഇത് സ്വർഗീയ വെളിച്ചമാണ്. ആണോ? അതെ. എന്നാ ഓ, വിർജീനിയ, നീ വേഗം എന്നെ ആ ശവത്തിനടുത്തേക്ക് ഒന്ന് കൊണ്ടു. ശവത്തിന്റെ അടുത്തേക്കോ? അതെ. ഓ, ഇപ്പോഴോ? ഇപ്പൊ തന്നെ. ഇപ്പൊ നടക്കില്ല. അതെന്താ? അവരൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ആര്? ആരൊക്കെയാണെന്നോ? ഈ കുടുംബം മുഴുവൻ. 2 അനന്തരവന്മാർ. മൂത്താനന്തരവൻ ഗുസ് എന്ന് വിളിക്കുന്ന ഗുസ്താവസും രണ്ടാമത്തെ അനന്തരവൻ അഖിലസും. അതാണല്ലോ. അതധിക നേരം കത്തില്ല അല്ലേ? അതല്ല വിർജീനിയ, അതാത് സമയത്തെ ചിന്തകളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓ, അങ്ങനെയാണോ? അപ്പോഴേ ഞാന് എന്താ പറഞ്ഞു വന്നത്? സ്വത്തുക്കളുടെ കാര്യം. സ്വത്തുക്കളെ പറ്റി. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം, അനവധി വീടുകൾ. പിന്നെ മിസ്റ്റർ ഗുസിനാണെങ്കിൽ വിർജീനിയ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ധൃതിയുണ്ടോ? അതെ. ഇപ്പൊ പോയിട്ടേ എന്ത് ചെയ്യാനാ? എനിക്ക് പോയിട്ട് 2-3 അത്ഭുത പ്രവർത്തികൾ കൂടി ചെയ്യാനുണ്ട് വിർജീനിയ. ഇപ്പൊ എന്തായാലും നടക്കില്ല. പിന്നെ മിസ്റ്റർ ഗുസിനാണെങ്കിൽ ചിലപ്പോ എന്നോട് ദേഷ്യപ്പെടും. അവർക്ക് പാവങ്ങള് ഈ വീട്ടിൽ വന്ന് തീരെ ഇഷ്ടമല്ല. പുണ്യാളാണെങ്കിൽ പണക്കാരനാന്ന് തോന്നൂല പുണ്യാളാ. അതെ വിർജീനിയ, ഈ പുണ്യാളന്മാരൊന്നും അത്ര വലിയ ധനികന്മാരൊന്നും അല്ല. അങ്ങിക്കേ നല്ലൊരു തുക നേർച്ചയായി കിട്ടുന്നുണ്ടല്ലോ. അതോ വിർജീനിയ, ഈ നേർച്ചയായി കിട്ടുന്ന തുകയെല്ലാം ഒന്നും അന്ന് സ്വർഗത്തിലേക്ക് നേരിട്ട് എത്തുന്നില്ല. ഇല്ല അല്ലേ? ഇല്ല. ഓ, അപ്പൊ എന്തോ ഒരു നേർച്ചയായി തരുന്നത്. ഇതെല്ലാം അന്യമാരെ അടിച്ചു മാറ്റുകയാണല്ലോ. ആയിരിക്കും. അതെ, ആളുകൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ പുണ്യാളം പറഞ്ഞപ്പോ
എനിക്ക് വിശ്വാസമായി. ആയല്ലോ. എന്റെ കർത്താവേ, നീ ഇതൊന്നും കേക്കുന്നില്ലേ? ഉണ്ണിയാണോ? അതെ, ഇവിടെ ഇങ്ങോട്ട് വായോ. എന്താ എന്താ വിളിച്ചില്ല? ഇവിടെ ഇരിക്ക്, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്. അവരൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ രണ്ടും തനിച്ച. അതിന് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ വിർജീനിയ? നീ ഭയപ്പെടാതെ പറ. അതെ, പുണ്യാള് ആ കൈവച്ച് എന്നെ മനസ്സിരുത്തി ഒന്ന് അനുഗ്രഹിച്ചേ. അതാണോ? എനിക്കാണെങ്കിൽ പ്രായവുമായി. ഓ, അവര് വന്നു കഴിഞ്ഞാ എന്നെ ഇവിടെ നിർത്തത്തില്ല, ഓടിച്ചു വിടും. പുണ്യാൾ ആ കൈവച്ച് എത്രയും വിടുന്നു, ഒന്ന് അനുഗ്രഹിച്ചേ. അതിനെന്താ? ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു മകളെ. നീ നല്ലവളും ഹൃദയവിശുദ്ധിയുള്ളവളുമാണ്. നീ സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും ജീവിക്കുക. സന്തോഷമായില്ലേ? ഇനി നീ പോയി നിന്റെ യജമാനന്മാരോട് വേഗം വരാൻ പറ. പുണ്യാളൻ. അതെ അതെ. ഇതെന്തൊരു തട്ടിപ്പാ? തട്ടിപ്പോ? പിന്നല്ലാതെ. എനിക്കാണെങ്കിൽ ചിരിക്കാനുള്ള മാനസികാവസ്ഥയല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം മദ്യപിച്ചിട്ടുണ്ട്. അതെ, ഇപ്പോൾ താങ്കൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അതോ, മരിച്ചുപോയ നിങ്ങളുടെ ആന്റി മിസ് ഹോർത്തൻസിയായ പുനർജീവിപ്പിക്കാൻ. അതെ അതെ, എന്റെ ആന്റിയെ നിങ്ങൾ പുനർജീവിപ്പിക്കാൻ പോകുന്നു. നീ എന്തിനാ ജഗത്തെ ഇയാൾ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. കോമാളി വേഷം കെട്ടാൻ ഞങ്ങൾക്ക് ഇപ്പൊ സമയമില്ല. എന്റെ ആന്റി മരിച്ചു. ഇന്ന് അവരുടെ ശവമടക്കാണ്. അതെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ വരാം. തൽക്കാലം ഇത് പിടിക്കും. മിസ്റ്റർ, നിങ്ങളുടെ ആന്റിയെ ഇന്ന് തന്നെ പുനർജീവിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി ശരി, അതൊക്കെ ശവസംസ്കാരം കഴിഞ്ഞിട്ട്. ഇപ്പൊ പുറത്തു പോകും. അവരെ പുനർജീവിപ്പിക്കാൻ ഞാൻ പുറത്തു പോവില്ല മിസ്റ്റർ. എന്തോന്ന്? ഇനി ഒരു നിമിഷം താനോട് നിൽക്കാൻ പാടില്ല. കാത്തിരിക്കുക. പുറത്തിറങ്ങിയ അവരെ പുനർജീവിപ്പിക്കാതെ ഞാൻ പോകില്ലെന്ന് പറഞ്ഞില്ലേ സുഹൃത്തെ? എന്തൊരു കഷ്ടം. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. തന്നെ പുറത്താക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ വേണം ജോസഫ്. ഞാൻ വേണം ആവശ്യത്തിന് വിളിച്ചാൽ ഒരുത്തനെ കാണത്തില്ല. ജോസഫ്. Yes, sir. Sir, ജോസഫ്, ഇതെന്താ? chicken ആണ് sir. ചിക്കൻ. ജോസഫ്, ചിക്കൻ. ചിക്കന്റെ പാത്രം ബസ്സിലേക്ക് കൊടുക്കും. എന്നിട്ട് ഈ തട്ടിയെ ഇവനെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്ക്. Sir, Virginia. ജോസഫ്, പെട്ടെന്നാകട്ടെ. ആഹാ, ഇവിടെ വൃത്തികെട്ടവനെ. എന്താണിത്? ഇറങ്ങടാ പുറത്തോട്ട്. നിന്നോടെ പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങാൻ. പുറത്തോട്ട് ഇറങ്ങടാ. വെർജീനിയ, ആ വാതിൽ തുറന്നേ. ഞാൻ തോന്നില്ല, ഞാൻ തോന്നി. ഇവന്റെ കാര്യം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം.
ജോസഫ് ഇവന് ഹെർക്കുലീസിനെക്കാളും ശക്തിയുണ്ട്. നമുക്ക് അടവൊന്നും മാറ്റിപ്പിടിക്കാം. ഇവനോട് നയത്തിൽ സംസാരിക്കുന്നതാണ് ഇപ്പൊ ബുദ്ധി. സുഹൃത്തെ, ഞാൻ പറയുന്നത് താങ്കളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. താങ്കൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. മനസ്സിലാവും. ഇന്നെന്റെ ആന്റിയുടെ ശവം സംസ്കരിക്കുന്ന ദിവസമാണ്. അതെ. അകത്താണെങ്കിൽ എന്റെ അതിഥികൾ കാത്തിരുന്ന് മുഷിയുകയാണ്. ഓഹോ. ചൂടുള്ള ചിക്കൻ ഉം. അത് തണുത്തു പോകും. ആ. താങ്കൾ ദയവ് ചെയ്തൊന്ന് പുറത്തിറങ്ങും. ആ. മാത്രമല്ല തമാശ ആസ്വദിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ഞങ്ങൾ. ഗോസ്, എന്ത് പറ്റി? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളിവിടെ ചിക്കൻ കഴിക്കാൻ റെഡിയായിരിക്കുകയാണ്. ചിക്കൻ നിങ്ങൾക്ക് അവിടെ ചിക്കൻ കഴിച്ചോണ്ടിരുന്നാ മതിയല്ലോ. വേദിക്കുന്നു. ഈ തെണ്ടിയപ്പോ ഇവിടുത്തെ പ്രശ്നം. അവൻ മദ്യപിച്ചിട്ടുണ്ടോ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? എങ്കിൽ അവനെ നന്നായി ഒന്ന് കൈകാര്യം ചെയ്താൽ മതി. പിന്നെ അനങ്ങരുത്. ഇതുപോലൊരു തെണ്ടിക്ക് വേണ്ടി നമ്മുടെ ആഹാരം നഷ്ടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞിട്ട് അവൻ പുറത്തു പോകണ്ടേ? പോകുന്നില്ലെന്നോ? എന്നാലൊന്ന് കണ്ടിട്ട് തന്നെ. ഏയ്, ഇതുപോലൊരു വൃത്തികെട്ട തെണ്ടിയുടെ കഴുത്തിന് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. അതാ ജോസഫോ കുതിര വണ്ടിക്കാരോ തീർത്തോളൂ. ഇല്ലേസ്, ഞാനും ജോസഫും ആവുന്ന ശ്രമിച്ചാ. ഇവനെ ഇവിടെ നനക്കാൻ പറ്റുന്നില്ല. മല പോലെ നിൽക്കല്ലേ. ആ വെർജീനെ കാണിച്ചൊരു മണ്ടത്തരം. ഒരു ധർമ്മക്കാരനെ കണ്ടാ മതി അവളെ തലതിരി. ഈ വെട്ടിയെ അവൾ വിളിച്ചകത്ത് കയറ്റിയിരിക്കുന്നു. അഖിലേസ്, ഇപ്പൊ ഇയാൾ പറയുന്നതാണെന്നറിയോ? ശവപ്പെട്ടിയിൽ കിടക്കുന്ന നമ്മുടെ ആലിയെ ഇവൻ ഉയർത്തിക്കാമെന്ന്. ഇവനോ? ഗുസ്, ഒരു നിമിഷം. ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ കോറിഡോറിന്റെ അവസാനത്തിൽ ദേ അവിടെ അവിടെ 2-3 ടൈൽസ് പൊളിഞ്ഞു കിടക്കുന്നു. അത് നീ കണ്ടില്ലേ? യെസ് യെസ്, അത് ഞാൻ കണ്ടു. അവിടെ ടൈലുകൾക്ക് പകരം മൊസൈക്കാണ് എന്റെ പ്ലാൻ. അതെങ്ങനെയുണ്ടോ? അങ്ങനെയെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. ആട്ടെ, താങ്കൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് താമസം മാറ്റുന്നത്? വളരെ പെട്ടെന്ന് മാറണമെന്ന് വിചാരിക്കുക. ഒരു പണിയില്ലാത്ത നാട്ടുകാരിലേക്ക് ഇത് പറയും. അത് ശരിയാണ്. പക്ഷേ അതിനു മുമ്പ് ഇവനെ പുറത്താക്കണം. വേണം, തീർച്ചയായും വേണം. അവന്റെ ഇരുത്ത കണ്ടില്ലേ? സ്വന്തം വീടാന്നാ വിചാരം. ഓഹോ, ഹലോ, താങ്കൾക്ക് ഒരു കസേര തരട്ടെ? നോ താങ്ക്സ്, എനിക്ക് ക്ഷീണമില്ല. ഓ, ഇവനെ പുറത്താക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കണം. എന്റെ സുഹൃത്തെ, താങ്കളുടെ പേരെന്താണ്? പുണ്യാളൻ. പുണ്യാളൻ? ഓ, വളരെ ശരിയാണ്. താങ്കൾ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഇവൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. പക്ഷേ അവൻ കള്ളനൊന്നുമല്ല കേട്ടോ. എന്റെ ഒരു നിഗമനമാണിത്. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ചോ, ദൈവത്തിന്റെ സ്വന്തം ആൾ, പുണ്യാളൻ. ഈ വിശുദ്ധന്മാരൊക്കെ നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് ഈ വ്യാപാരത്തിൽ യാതൊന്നും തന്നെ ചെയ്യാനില്ല. എനിക്കാണെങ്കിൽ ആകെ അറിയാവുന്നത് ഈ കൃഷിയെ പറ്റി മാത്രമാണ്. പിന്നെ അച്ചോ, നമുക്ക് ദൈവത്തിന്റെ ഒരു സന്ദേശവാഹൻ, അദ്ദേഹത്തിന് താങ്കളോട് സംസാരിക്കണമെന്ന്. അയാൾ അപകടകാരിയാണ്.
നിശബ്ദമായി അയാൾ പോലും അറിയാതെ അയാളെ പിടിച്ച് പുറത്താക്കണം വെച്ചോ. പ്രിയപ്പെട്ട പുണ്യാള, ഞാനിതാ അങ്ങയുടെ ഏറ്റവും വിനയമുള്ള ദാസൻ. ഈ ഭൂമിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. ദൈവമഹത്വത്തിന് എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? മിസ് ഹോർത്തൻസിയ, ശവപ്പെട്ടിയിൽ കിടക്കുന്ന ആ സ്ത്രീയെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. പാവം, വളരെ പാവം. എന്തൊരു നല്ല സ്ത്രീ ഹോർത്തൻസിയ. അത്ഭുതം. അത്തരം അത്ഭുതം നമ്മുടെ മഹാന്മാരായ പുണ്യാളന്മാർക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് എനിക്കറിയാം. ഇവിടെ ശയിക്കുന്ന ഈ സ്ത്രീരത്നം, മരിച്ച മാന്യ വനിത, അവർക്ക് കറകളഞ്ഞതും വിശുദ്ധവുമായ ഭക്തി അങ്ങയോടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പുണ്യാള, അങ്ങ് ഒരു നിമിഷം എന്റെ കൂടെ വന്നാൽ ഞാൻ വഴി കാട്ടിത്തരാം. ഈ വഴിക്ക് വരും. വേണ്ട, ഞാൻ ഈ വഴിയിലൂടെ പ്രവേശിച്ചു കൊള്ളാം. ഈ ആ മുറിയിലാണ് ശവം കിടക്കുന്നതെന്ന് ഇയാളോട് ആരാ പറഞ്ഞു? വെർജീനിയ തന്നെ. അവളുടെ നാവ് എപ്പോഴെങ്കിലും അടങ്ങിയിരുന്നിട്ടുണ്ടോ? സാർ, ഞാനല്ല സാർ, തീർച്ചയായും ഞാനല്ല. ഞാനേ എന്റെ ജോലി ശ്രദ്ധയോടെ ചെയ്യുകയായിരുന്നു. അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല സാർ. ഇല്ല സാർ, നോ സാർ. ഇയാളോ ഇവിടെ അല്പമെങ്കിലും സ്നേഹമുള്ളത് എനിക്കാ. എന്നിട്ടും എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലേ പുണ്യാള? ഹേ മിസ്റ്റർ, വിർജീനിയ എന്നോട് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. കണ്ടോ 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 കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇതേ വിശുദ്ധ പുണ്യാള തന്നെ. എല്ലാം മുൻകൂട്ടി കാണുന്നു. അവിടത്തേക്ക് അറിയാത്തതായി യാതൊന്നുമില്ല. ഹലോ യങ് മാൻ, വരൂ, ഇതിലെ വരൂ, വരൂ. ഇയാൾ അനങ്ങുന്നില്ലല്ലോ. ഇത് തന്നെയല്ലേ കുറച്ചു മുമ്പേ ഞാനും പറഞ്ഞു. എനിക്കൊരു ഐഡിയ തോന്നി. അതെന്താ? ഡോക്ടർ എവിടെ? ഡോക്ടർ, 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 ഡോക്ടർ. എന്ത് പറ്റി? ഇയാൾ പ്രാന്തനാണോ അതോ വല്ല രോഗിയോ? ഇനി മദ്യപനാണോ? കള്ളുകുടിയെ? ഒരു ധർമ്മക്കാരൻ. ഇയാൾക്ക് വേണ്ടി എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല. ആട്ടെ സുഹൃത്തെ, എന്താണ് താങ്കൾക്ക് വേണ്ടത്? ഹോർത്തൻസിയായ ഉയർത്തെഴുന്നേൽപ്പിക്കണം. അപ്പൊ ഡോക്ടർ അല്ലല്ലേ? കൈയൊന്നിരിക്കെ, കൈയൊന്നിരിക്കെ, പൾസ് നോക്കട്ടെ. വേദന വല്ലതും? ഇല്ല. തല കറക്കം? ഇല്ല. താങ്കളുടെ ചെറുപ്പകാലത്ത് എന്തെങ്കിലും കാര്യമായ അപകടം? ചെറുപ്പത്തിന്റെ തള്ളിച്ചയിൽ എന്തെങ്കിലും വിവേകശൂന്യമായ നടപടികൾ? ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? താങ്കൾക്ക് മലബന്ധം ഉണ്ടാവാറുണ്ടോ? മലബന്ധം, ഐ മീൻ കോൺസ്റ്റിപ്പേഷൻ. ഇനി ആ നാക്കൊന്ന് നീട്ടിക്കേ. ശ്വാസം വലിച്ചു വിട്, വലിച്ച്. ഇനി താങ്കൾക്ക് എന്താണ് വേണ്ടത്?
എനിക്ക് അകത്തേക്ക് പോകണം. എന്തിന്? ഹോർട്ടൻസിയായ പുനർജീവിപ്പിക്കണം മിസ്റ്റർ. അവരിവിടെ ഇല്ലടോ. അവരവിടെ തന്നെ ഉണ്ടെന്ന് എനിക്കറിയാം ഡോക്ടർ. നിങ്ങൾക്ക് അയാളുടെ ചോര കുറച്ച് ഊറ്റിയെടുക്കരുതോ? എന്തിന്? അങ്ങനെ നമുക്ക് അയാളെ ഉറക്കാം. അപ്പോ അവനെ എടുത്ത് തെരുവിൽ കൊണ്ടുപോയിടാം. അത് മണ്ടത്തരമാണ്. ഇയാൾ അപകടകാരിയാണ്. നമ്മളെല്ലാം വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്. അപകടകാരിയാണ്. ഈ തെണ്ടുകളെയും മദ്യപരെയും വിഡ്ഢികളെയും സംരക്ഷിക്കുക നമ്മുടെ പണിയല്ല, ആണോ? അല്ല അല്ല, ഞാനൊരു അഭിപ്രായം പറയട്ടെ. അതായത് ഒരു ഭ്രാന്തനുമായിട്ടാണ് നമുക്ക് ഇടപെടേണ്ടത്. നമ്മൾ അയാളോട് ഉടക്കാൻ നിന്നാൽ ചിലപ്പോ അയാൾ അപകടകാരിയാവും. മാത്രവുമല്ല, അയാൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്കൊരു കാര്യം വ്യക്തമായിട്ടുണ്ട്. മരിച്ച മഹതിയോട് ഇയാൾ യാതൊരു തരത്തിലുള്ള ബഹുമാനക്കുറവും കാണിക്കുന്നില്ല. എന്നാൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഇയാളുടെ ആവശ്യം വളരെ ലളിതമല്ലേ? പിന്നെ എന്തുകൊണ്ട് ഒരു നിമിഷത്തേക്കെങ്കിലും നിങ്ങൾക്ക് അയാൾ ആ റൂമിലേക്ക് പറഞ്ഞയച്ചുകൂടാ? എന്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ ഇതിന് അനുവദിക്കില്ല. ഇവിടെ ഒരപരിചിതൻ മാന്യമായി താമസിക്കുന്ന ഒരന്തസ്സുള്ള കുടുംബത്തിലേക്ക് ബലമായി കടന്നു വരുന്നു. എന്തിന്? മരിച്ച ഒരു സ്ത്രീയെ പുനരുജ്ജീവിപ്പിക്കാനെന്ന വ്യാജേന. ആ പാവം നല്ല സ്ത്രീ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉപദ്രവം ഇയാൾക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? അതെ, ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞതും ശരിയാണ്. എടോ, ഭയപ്പെടാനൊന്നുമില്ലടോ. പിന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. മാത്രവുമല്ല, നമുക്കും വേണമെങ്കിൽ അയാളുടെ കൂടെ അകത്തോട്ട് പോകാമല്ലോ. ഡോക്ടർ അകത്തൊക്കെ പോകാം. എങ്ങനെയെങ്കിലും ഇത് ഡോക്ടർ ഒന്ന് ഒഴിവാക്കി തരണം. ഓക്കെ. ഈ നാണം കെട്ട കാര്യം നാട്ടുകാർ പറയുന്നു. എനിക്കത്രേ ഉള്ളൂ. ഒരു നിമിഷം. മതി മതി. ഇത് തന്നെ വളരെ കൂടുതലാ. ഒരു പരിചയമില്ലാത്ത ഒരാളിനെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പെരുമാറാൻ അനുവദിക്കുക, അതൊന്നും തീരെ ശരിയല്ല. മാത്രമല്ല, ഇതൊക്കെ ഞങ്ങളുടെ മനസ്സിനെയും വികാരങ്ങളെയും വല്ലാതെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങളാ. നിശബ്ദരായിരിക്കുക. ഹോർട്ടൻസിയ, എഴുന്നേൽക്കുക. മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരിക. മൃത്യുവിൽ നിന്നും നീ ഉയർത്തെഴുന്നേൽക്കുക. അവർക്ക് ജീവനുണ്ട്. അയ്യോ പുണ്യാളാ, പുണ്യാളാ, ഇത് എന്തൊരു അത്ഭുതം! പുണ്യാളാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതെ, ഇവിടെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അത്ഭുതം കണ്ടില്ലേ? എല്ലാവരും മുട്ടൂത്ത് മുട്ടൂത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സംസാരിക്കാനുള്ള സമയമില്ല. അവർ ഉയർത്തെഴുന്നേറ്റു എന്നത് സത്യമാണ്. ഇതിൽ സംശയമൊന്നുമില്ല. അവർക്ക് ജീവനുണ്ട്. നമുക്കിത് ഗൗരവമായിട്ട് എടുക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? പ്രകൃതിയുടെ നിയമങ്ങൾ അതെവിടെ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല.
ഡോക്ടർ ഡോക്ടർ നിങ്ങൾ ഇതിനൊരു മറുപടി പറഞ്ഞേ പറ്റൂ. ഞാൻ എന്ത് മറുപടി പറയാനാണ്? ഇത് എന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. ആ സ്ത്രീ മരിച്ചിരുന്നില്ല. കൈകൾ ഉയർത്തി അത്ഭുതം അത്ഭുതം എന്ന് വിളിച്ചു കൂവണ്ട. ആ സ്ത്രീ മരിച്ചിരുന്നില്ലടോ. ഡോക്ടർ ഡോക്ടർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നേരത്തെ നിങ്ങൾ ഇങ്ങനെ അല്ല പറഞ്ഞത്. ഞാൻ എന്ത് പറഞ്ഞു എന്ന് എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഉറപ്പിച്ച് ഓർത്തു നോക്ക്. ഈ സ്ത്രീ മരിച്ചു എന്ന് എന്തെങ്കിലും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ തന്നോ? എനിക്കിത് നേരത്തെ അറിയാമായിരുന്നു. ഞാനത് നിങ്ങളോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ ഭയപ്പെടുമെന്ന് നമ്മുടെ കൺമുമ്പിൽ വെച്ച് നടന്ന ഈ സംഭവത്തെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും. എനിക്ക് ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് വിശുദ്ധ പുണ്യാളൻ തന്നെ. കണ്ടില്ലേ നമ്മുടെ മുമ്പിൽ ജീവനോടെ ഇപ്പോൾ വിടർന്ന ഒരു റോസാപ്പൂ പോലെ പുതുമയോടെ. ആന്റി ഇത് സത്യമായിട്ട് എന്റെ ആന്റി തന്നെയല്ലേ? ആന്റിക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ആന്റിയുടെ അനന്തരവൻ അഖിലേഷ് ആണ്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതാ നമ്മുടെ യജമാനത്തെ ദൈവത്തെ കണ്ടു കഴിഞ്ഞു. പറുദീസായുടെ മഹത്വത്തെ പറ്റി ഇപ്പോൾ നമ്മളോട് വിവരിക്കും. എല്ലാവരും മുട്ടൂത്ത് നമുക്ക് കേൾക്കാം. ചെരിപ്പിടാൻ ഭവനത്തെ പ്രവേശിക്കുക, എന്നിട്ട് ഞാൻ ആരാണെന്ന് പറയാതിരിക്കുക. ഇയാളെ നല്ല കാർപ്പറ്റ് എല്ലാം വൃത്തികേടാക്കി. ഇയാളെ പിടിച്ച് പുറത്താക്കൂ. വെർജീനിയ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഭിക്ഷക്കാരെ ഇതിനുള്ളിൽ പ്രവേശിപ്പിക്കരുതെന്ന്? സൈലൻസ്. പുണ്യാള, അങ്ങ് ക്ഷമിക്കണം. അങ്ങ് ആരാണെന്നോ അങ്ങ് ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം എന്താണെന്നോ ഞങ്ങളുടെ ആന്റി അവരത് തിരിച്ചറിയുന്നില്ല. പക്ഷേ അത് ഞങ്ങൾക്കറിയാം. അങ്ങ് ചെയ്തത് ഈ ഭൂമിയിലെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല. അതൊരു പക്ഷേ യാഥാർത്ഥ്യമോ അതിനേക്കാൾ ഉന്നതിയിലുള്ളതോ കാണുന്നു പറയാൻ കഴിയില്ല. എനിക്ക് ഉടനെ പോകേണ്ടതുണ്ട്. അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. വാ തുറന്നിരിക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, കൈകൾ ചലിക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തു വരുന്നില്ല. അവരിനി ഒരിക്കലും സംസാരിക്കില്ല. അങ്ങേക്ക് അവരുടെ ശബ്ദം തിരിച്ചു കൊടുക്കാൻ കഴിയില്ലേ? ഇല്ല. അപ്പോ ഇനി എപ്പോഴാണ് അവരുടെ ശബ്ദം തിരിച്ചു വരിക? അവരിനി ഒരിക്കലും സംസാരിക്കില്ല. അതെ. എന്തുകൊണ്ട്? ഒരിക്കലും വെളിപ്പെടുത്തുവാനാവാത്ത രഹസ്യങ്ങൾ അവർ പേറുന്നത് കൊണ്ട്. രഹസ്യങ്ങളോ? എന്ത് രഹസ്യങ്ങൾ? അതെ, മരിച്ചവരുടെ ലോകത്തിലെ രഹസ്യങ്ങൾ. മരിച്ചവരുടെ ലോകം ഇത് അതിനടക്കുന്നുണ്ട്. ഞങ്ങളുടെ ആന്റി സംസാരിച്ചതാ. ഇവിടെ ഞങ്ങൾ എല്ലാവരും അത് കേട്ടതാ. നിങ്ങളാ അവിടെ സംസാരിച്ച് എടുത്തു കളഞ്ഞത്. ഞങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ തീരെ ഉത്തരവാദിത്ത ബോധമില്ലാതെ പെരുമാറുന്നു. സത്യം പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ താനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്? ഇവരുടെ അവസ്ഥയില് ഇത്ര കടുപ്പിച്ച് പറയുന്നത് ശരിയല്ല. പക്ഷേ ഞങ്ങളുടെ ആന്റി അവരിപ്പോ മരിച്ചു കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങളൊക്കെ അവരെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഞാനൊരു അഭിപ്രായം പറയട്ടെ. ഇവിടെ
ഒരു അത്ഭുതവും നടന്നിട്ടില്ല. ഇയാൾക്ക് എന്തൊക്കെയോ ചില അസാധാരണമായ കഴിവുകൾ ഉണ്ടെന്നുള്ളത് നേരാണ്. ഇയാൾ വന്നതും കൃത്യസമയത്തായി പോയി. ഡോക്ടർ, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? ഇനി എന്തോന്ന് ചെയ്യാൻ, നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസിനെ. പോലീസ്! പോലീസ്! ഇയാളാണോ കുറ്റക്കാരൻ? അതെ സർ, അയാൾ തന്നെ. താങ്കളുടെ പേപ്പേഴ്സ് എടുക്കൂ. പേപ്പേഴ്സോ? എന്ത് പേപ്പേഴ്സ്? തനിക്ക് ഇതൊന്നും ഇല്ല അല്ലേ? ഇല്ല. തന്റെ പേരെന്താണ്? പുണ്യാളൻ. പുണ്യാളൻ. പുണ്യാളൻ? അതെ. എന്താ എന്നെ കളിയാക്കുകയാണോ? തന്റെ മറ്റേ പേര് ഒറിജിനൽ? ഒറിജിനലോ? അതെ, പള്ളിയിൽ മാമോദീസ മുക്കുമ്പോൾ ഇട്ട പേര്. അതാണ് എനിക്കറിയേണ്ടത്. എന്റെ സുഹൃത്തെ, എനിക്ക് മറ്റു പേരുകളൊന്നുമില്ല. ആഹാ. താൻ എന്തിനാണ് ഈ കോട്ട് മോഷ്ടിച്ചത്? മോഷ്ടിച്ചതോ? ഇതെന്റെ സ്വന്തമാണ് മിസ്റ്റർ. തന്റെ ജനന സ്ഥലം? ഇറ്റലി. 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 അതെനിക്കറിയാലോ. പക്ഷേ അത് പോരല്ലോ. അത് ഇവിടെ കൊണ്ട് തന്നെ പറയിക്കണം, വേണ്ടേ? അപ്പോൾ നീ ഒരു ഇറ്റലിക്കാരനാണല്ലേ? അതെ. കണ്ടപ്പോ തോന്നി. ഇപ്പോൾ എവിടെ നിന്ന് വരുന്നു? പറുദീസായിൽ നിന്ന്. പറുദീസ. ഓ, പറുദീസ. അങ്ങനെയും ഒരു ദുർഗുണ പരിഹാര പാഠശാല ഉണ്ടോ? ഉണ്ടോ? എന്താണ് അവിടുത്തെ പ്രത്യേകത? ആത്മാക്കൾ വസിക്കുന്ന ഇടം. സൃഷ്ടാവിന്റെ മടിയിൽ മരിച്ചവരുടെ ആത്മാക്കൾ നിത്യവിശ്രമം കൊള്ളുന്ന ഇടം. അതൊക്കെ പോട്ടെ, എന്താണ് ഇവൻ ചെയ്ത കുറ്റം? മോഷണം? സർ, മോഷ്ടിച്ചോ ഇല്ലയോ അതൊന്നും ഞാൻ പറയും. കാരണം തെളിവുകളില്ലാതെ ഒരാളെ കുറ്റക്കാരനാക്കുന്നത് ശരിയല്ല. പക്ഷേ ഇവൻ എന്ത് തന്നെ ചെയ്തിരുന്നാലും അത് വളരെ വളരെ ഗുരുതരമാണ് സർ. അങ്ങനെയാണോ? പറയൂ. സാറിനറിയാലോ, ഇതൊരു മരണം നടന്ന വീടാ. ഞങ്ങളെല്ലാവരും അതിന്റെ ദുഃഖത്തില. ആ ദുഃഖം കൂട്ടുന്ന പ്രവൃത്തിയാ ഇയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. സർ, സ്വർണത്തോട് ആർക്കാണ് സർ താല്പര്യമില്ലാത്ത? മരിച്ചുപോയ ഞങ്ങളുടെ ആന്റിക്ക് ധാരാളം സ്വർണവും രത്നങ്ങളും ഉണ്ടായിരുന്നു. അത് ഇയാൾ എങ്ങനെയോ അറിഞ്ഞു. അല്ല, സ്വാഭാവികമായും മോഷ്ടാക്കളായ സുഹൃത്തുക്കൾ ഇയാൾക്കുണ്ടാവുമല്ലോ. അങ്ങനെ അറിഞ്ഞിരിക്കാനാണ് സാധ്യത. ഇയാളുടെ കഷ്ടകാലത്തിന് ഞങ്ങളുടെ ആന്റി മരിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി ഒരപരിചിതനെ മുറിയിൽ കണ്ട ഞങ്ങളുടെ ആന്റി പേടിച്ച് നിലവിളിച്ചു. ഇയാളുടെ പദ്ധതി വിജയിക്കാതെ വന്നപ്പോ പ്രതികാരം എന്നോണം ഇയാൾ ഞങ്ങളുടെ ആന്റിയുടെ സംസാര ശേഷി എടുത്ത് കളഞ്ഞു സർ. സർ, ഞങ്ങൾ എല്ലാവരും എത്ര കേണപേക്ഷിച്ചിട്ടും അത് തിരിച്ചു തരാൻ ഇയാൾ തയ്യാറാവുന്നില്ല. ഇങ്ങനെയൊക്കെ ഞങ്ങളെ മാനസികമായി തളർത്താം എന്ന് അയാൾ കരുതുന്നു. സർ, ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അങ്ങയോട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിന്റെ പേരിൽ ഒരു പരാതി തരാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. സാറിന് പിന്നെ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതാ പോലീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ വേണ്ടതായ എല്ലാ വിവരവും തരാൻ ഞാൻ തയ്യാറാണ്. മാത്രവുമല്ല, താങ്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ വിശദമായ ഒരു മെഡിക്കൽ റിപ്പോർട്ടും കുറ്റകൃത്യവും തനിക്ക് എഴുതി തരാം. എന്താ? സാർ, ഇയാൾ അപകടകാരിയാണ്. ഇയാളെ ജയിലിലടക്കണം. ഒന്നുകിൽ ഇയാളൊരു കുറ്റവാളി, അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ. ചിലപ്പോ ഇത് രണ്ടുമാകാം. ജയിലിലടക്കുകയാണ് ഉത്തമം.
തീർച്ചയായും. ഞാൻ ഇവിടെ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കുന്നു. ഞാൻ സംശയിച്ചതുപോലെ തന്നെ ഇത് വിശുദ്ധ പുണ്യാളൻ, അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന വിശുദ്ധ പുണ്യാളൻ. ആശുപത്രിയിൽ നിന്ന് 3 തവണയാണ് ഞങ്ങൾ ഇയാളെ പുറത്താക്കിയിട്ടുള്ളത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, എന്തൊരു നശിച്ച കാലാവസ്ഥ! ഇതുപോലൊരു പേമാരിയും കൊടുങ്കാറ്റും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? സത്യത്തിൽ അയാൾ നമുക്ക് ഒരു ഉപദ്രവം ചെയ്തിരുന്നില്ല. നിങ്ങളുടെ ആന്റി ഇപ്പോഴാണ് ശരിക്കും മരിക്കുന്നത്.